ജോലി സമ്മർദ്ദത്തെ തുടർന്നുള്ള യുവ ചാർട്ടേഡ് അക്കൗണ്ടന്റ് അന്ന സെബാസ്റ്റ്യന്റെ മരണം അതിദാരുണമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. വിഷയം ദേശീയ വനിതാ കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും അന്നയുടെ മാതാവിനോട് പരാതി നൽകാൻ ആവശ്യപ്പെട്ടതായും പി സതീദേവി പറഞ്ഞു. ജോലിഭാരത്തെക്കുറിച്ച് IT മേഖലയിൽ നിന്നും നിരവധി പരാതികൾ വനിതാ കമ്മീഷന് ലഭിക്കുന്നുണ്ട്. വിഷയത്തിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും എറണാകുളത്ത് അന്നയുടെ വീട്ടിൽ സന്ദർശനം നടത്തിയ ശേഷം പി സതീദേവി പ്രതികരിച്ചു. ഞങ്ങൾ അന്ന സെബാസ്റ്റ്യൻ്റെ അമ്മയെ കണ്ട് അവർക്ക് ആശ്വാസം പകരാൻ ഞങ്ങൾക്ക് വാക്കുകളില്ല. ഏറ്റവും മിടുക്കിയായിട്ടുള്ള പഠനത്തിലും മറ്റ് ഇതര കാര്യങ്ങളിലുമൊക്കെ വളരെ മിടുക്കിയായിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവാൻ സ്വപ്നം കണ്ടിരുന്ന ആ പെൺകുട്ടിയുടെ ജീവനാണ് പൊലിഞ്ഞിട്ടുള്ളത്. എത്ര നിഷ്ഠൂരമായിട്ടാണ് ആ കമ്പനി ഈ മരണത്തിൽ അവരുടെ ഒരു ജീവനക്കാരിയുടെ ദാരുണമായിട്ടുള്ള അന്ത്യമുണ്ടായിട്ടും അത് അറിയുമെന്ന് പോലും ഭാവിക്കാത്ത നിലയിലുള്ള ഒരു സമീപനമാണ് ആ കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് എന്നാണ് അമ്മ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതാണ്ട് 150-ൽ പരം രാഷ്ട്രങ്ങളിൽ ബ്രാഞ്ചസ് ഉള്ള ഒരു ബഹുരാഷ്ട്ര കമ്പനിയാണ് ഇന്ത്യയിലെ ഈ പൂനെയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത്. ഈ കമ്പനിക്ക് നേരിട്ട് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിംഗ് നടത്താനുള്ള അധികാരം ഇന്ത്യയിലില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അവർ മറ്റ് കമ്പനികളുടെ സഹായത്തോടു കൂടിയിട്ടാണ് ഈ ഓഡിറ്റിംഗ് നടത്തുന്നത്. അന്നയും ആ നിലയിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബഹുരാഷ്ട്ര കുത്തക കമ്പനികൾ എങ്ങനെയാണ് ലോകത്താകമാനമുള്ള യുവതയുടെ അധ്വാനം ചൂഷണം ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് ഇവിടെ നമുക്ക് അന്നയുടെ ദാരുണമായിട്ടുള്ള അന്ത്യത്തിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കൃത്യമായിട്ടുള്ള ഒരു വേതന വ്യവസ്ഥകളോ മറ്റു തരത്തിലുള്ള സംവിധാനങ്ങളോ ഒന്നുമില്ലാതെ നമ്മുടെ രാജ്യത്തും ഇത്തരത്തിലുള്ള കമ്പനികൾ പ്രവർത്തിക്കുന്നു. ആ കമ്പനികളുടെ ഭാഗമായി യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ വേതന വ്യവസ്ഥകളില്ലാതെ കഠിനമായിട്ട് നമ്മുടെ തലമുറയെ കൊണ്ട് അധ്വാനിപ്പിച്ചുകൊണ്ട് അവരുടെ അധ്വാനം ചൂഷണം ചെയ്ത് തടിച്ചു കൊഴുക്കുന്ന അവസ്ഥയാണ് ഈ കുത്തക കമ്പനികളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. ഈ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിംഗ് നടത്താൻ നിയമപരമായിട്ട് സംവിധാനമില്ലെങ്കിലും മറ്റ് കമ്പനികളുടെ സഹായത്തോടുകൂടി ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ രാജ്യത്തുൾപ്പെടെ യുവതയുടെ അധ്വാനം ചൂഷണം ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ഈ അന്ന തന്നെ 4 മാസമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവർ വർക്ക് അറ്റ് ഹോം എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്ന സമയത്തും ഒരു തരത്തിലുള്ള സമയത്തെ സംബന്ധിച്ചിട്ടുള്ള വ്യവസ്ഥകളോ അവരുടെ അധ്വാനത്തെ സംബന്ധിച്ചിട്ടുള്ള വ്യവസ്ഥകളോ ഒന്നുമില്ലാതെ കഠിനമായിട്ട് അധ്വാനിപ്പിച്ച് മുതലെടുക്കുക എന്നുള്ള സമീപനമാണ് ഈ കമ്പനികളുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്നത്. തീർച്ചയായിട്ടും അത് വളരെ ഗൗരവത്തോടുകൂടി രാജ്യത്തെ ഭരണ സംവിധാനം ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയം തന്നെയാണ്. കേന്ദ്ര വകുപ്പ് തന്നെ ഈ കാര്യത്തെ സംബന്ധിച്ച് രാജ്യത്തെ ചെറുപ്പക്കാരുടെ അധ്വാനം എങ്ങനെയൊക്കെ തന്നെയാണ് വലിയ രൂപത്തിൽ ചൂഷണം ചെയ്യപ്പെടുന്നത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു സമീപനം ഇതിനെ സംബന്ധിച്ച് സ്വീകരിക്കുന്നതിന് വേണ്ടി ഭരണ സംവിധാനം മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. ഇവരിപ്പോൾ കമ്പനിയെ ഈ മരണം സംബന്ധിച്ച് അറിയിച്ചിട്ടും ഇതൊന്നും അറിഞ്ഞില്ല എന്നുള്ള ഭാവത്തോടു കൂടിയിട്ടുള്ള ഒരു സമീപനമാണ് കമ്പനിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജീവനക്കാരിക്ക് ഇത്തരത്തിലുള്ള ഒരു അന്ത്യമുണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്ക് ലഭിക്കേണ്ടുന്ന നിയമപരമായിട്ടുള്ള ആനുകൂല്യങ്ങൾ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ളൊരു വ്യവസ്ഥയുമില്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യം സംബന്ധിച്ച് ദേശീയ വനിതാ കമ്മീഷനെ ഈ കാര്യം സംബന്ധിച്ച് അറിയിക്കാനും ദേശീയ വനിതാ കമ്മീഷനുമായിട്ട് ആലോചിച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ യുവതലമുറയെ ഈ കഠിനമായിട്ടുള്ള വളരെ ക്രൂരമായിട്ടുള്ള ചൂഷണത്തിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ കഴിയുക എന്നുള്ളത് തീർച്ചയായിട്ടും ഞങ്ങൾ പരിശോധിക്കും. ഈ അമ്മയോട് ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കംപ്ലൈൻറ്റ് തരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അവർ നേരത്തെ കമ്പനിക്ക് നൽകിയിട്ടുള്ള പരാതിയിലും യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങളും ഉണ്ടായിട്ടില്ല. മരണം തന്നെ അറിഞ്ഞിട്ടില്ലാത്ത വിധത്തിലാണ് അതിൻ്റെ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് തീർച്ചയായിട്ടും അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. പൂനെയിൽ വെച്ച് ഈ ദാരുണമായിട്ടുള്ള അന്ത്യമുണ്ടായിട്ടും
ആശുപത്രിയിൽ ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാനോ മൃതദേഹം ഇവിടെ എത്തിക്കാനോ ഈ ശവസംസ്കാര ചടങ്ങുകൾ നടത്തുന്ന സമയത്ത് അതിൽ ഭാഗവാക്കാകാനോ ഒന്നുമുള്ള ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാവാത്ത ഇത്തരത്തിലുള്ള കമ്പനികൾ എങ്ങനെയാണ് ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള പരിശോധനയും ഇടപെടലും വേണം എന്നുള്ളതാണ് വനിതാ കമ്മീഷന് അഭിപ്രായപ്പെടാനുള്ളത്. IT സെക്ടറിൽ തീർച്ചയായിട്ടും കേരളത്തിൽ ഉൾപ്പെടെ ജോലി ചെയ്യുന്ന യുവതിയുവാക്കളുടെ അവസ്ഥ വളരെയധികം ദാരുണമായിട്ടുള്ളതാണ്. കേരള വനിതാ കമ്മീഷനും ഈ IT മേഖലയിൽ നിന്ന് പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ പരാതികൾ ലഭ്യമാവുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് എങ്ങനെയാണ് ഈ IT കമ്പനികളുടെ ഈ തരത്തിലുള്ള ചൂഷണം എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടി കേരള വനിതാ കമ്മീഷന്റെ ഭാഗത്തുനിന്നും ഇടപെടൽ ഉണ്ടാകും എന്നാണ് പറയാനുള്ളത്. ദേശീയ വനിതാ കമ്മീഷനെ ഇന്ന് തന്നെ ഈ കാര്യം അറിയിച്ചുകൊണ്ട് ഞങ്ങൾ എങ്ങനെ ഈ വിഷയത്തിൽ ഇടപെടാനും നമ്മുടെ പ്രത്യേകിച്ച് നല്ലൊരു ശതമാനം സ്ത്രീകളാണ്, യുവതികളാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. ചാർട്ടേഡ് അക്കൗണ്ടൻസിയൊക്കെ പഠിച്ച് പാസ്സായി വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള നമ്മുടെ കുട്ടികളുടെ അധ്വാനം ചൂഷണം ചെയ്ത് മുതലെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടാവുന്ന ഈ ഒരു അവസ്ഥ സംബന്ധിച്ച് പരിശോധന നടത്താനും ഇടപെടാനും സ്ത്രീകൾക്ക് തൊഴിലിടങ്ങളിൽ ലഭ്യമാവേണ്ടുന്ന ന്യായമായിട്ടുള്ള അവകാശങ്ങൾ ഉറപ്പുവരുത്താനും തീർച്ചയായിട്ടും കേരള വനിതാ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഇടപെടലുണ്ടാകും എന്ന് പറയുകയാണ്.